വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ. ഉറിയിൽ ശക്തമായ ഷെല്ലാക്രമണം തിരിച്ചടിച്ച് ഇന്ത്യ. PR അരവിന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, ഏത് മേഖലകളിലാണ് ഈ ഷെല്ലാക്രമണം നടന്നത് എന്നത് ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? അജി, വീണ്ടും നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഉറിയിൽ ഇപ്പോൾ പാകിസ്ഥാൻ ഷെല്ലിംഗ് നടത്തി. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഷെല്ലാക്രമണം ഉണ്ടായെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ശക്തമായി ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചതായും ഇപ്പോൾ ആ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇത് പക്ഷേ സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാൻ വീണ്ടും ഒരു പ്രകോപനം ഇപ്പോൾ 6:30യോടുകൂടിയാണ് ഒരു ഷെല്ലാക്രമണം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസവും ഉറിയിൽ പാകിസ്ഥാന്റെ ഒരു ഷെല്ലാക്രമണം ഉണ്ടാകുന്നു. ഒരു സ്ത്രീക്കടക്കം ജീവൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ പൂഞ്ചടക്കമുള്ള നിയന്ത്രണ രേഖയിലെ വിവിധയിടങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 16 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 16 പേരായ സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഇത്തരത്തിലുള്ള പ്രകോപനം തുടർന്നാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും പാകിസ്ഥാന്റെ ഒരു പ്രകോപനം ഉണ്ടായിരിക്കുകയാണ്. ഉറി മേഖലയിലാണ് ഇപ്പോൾ ഒരു ഷെല്ലാക്രമണം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ശക്തമായി ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചതായും വിവരങ്ങൾ വരുന്നുണ്ട്. അജി, ശക്തമായി തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു എന്നാണോ നമുക്ക് വരുന്ന സൂചനകൾ? കാരണം ഇന്നലെയും വലിയ രീതിയിലുള്ള ആക്രമണം പാകിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പ്രകോപനമായ രീതിയിലായിരുന്നു പാകിസ്ഥാൻ ഇന്നലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം ലക്ഷ്യമിട്ടതെന്നൊക്കെ ഇന്ന് വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനത്തിലൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ ഏത് തലത്തിലാണ് ഇതിനൊരു തിരിച്ചടി നൽകിയിരിക്കുന്നത്? വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന്, വ്യോമസേന മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും നിർണായകമായ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ അരവിന്ദ്? അജി, അതിർത്തി മേഖലയിലുള്ള പാകിസ്ഥാന്റെ പ്രകോപനം ആരംഭിച്ചത് പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ്. ശക്തമായ പ്രകോപനമായിരുന്നു പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അതിർത്തി മേഖലയിലടക്കം പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കിയതാണ്, ഇത്തരം പ്രകോപനപരമായ ഇടപെടൽ പാകിസ്ഥാൻ നടത്തിയാൽ കൃത്യമായ തിരിച്ചടി ഉണ്ടാകുന്നു. പക്ഷേ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ആ പ്രദേശവാസികൾ, അവിടെയുള്ള ജനവാസ മേഖലയിലേക്ക് ഷെല്ലാക്രമണം നടത്തിയത്. അന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കി, ഇത്തരത്തിൽ പാവപ്പെട്ട ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് നേരെ ഇത്തരമുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രകോപനം ഒരു തരത്തിലും അംഗീകരിക്കില്ല, ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാന്റെ പ്രകോപനം ഇപ്പോൾ വീണ്ടും ഉറി മേഖലയിൽ ഉണ്ടായെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ശക്തമായ തിരിച്ചടി തന്നെ ഇന്ത്യൻ സൈന്യം നൽകിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഉറി മേഖലയിൽ ഇതിനോടൊപ്പം തന്നെ പ്രദേശവാസികളടക്കം സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാക് പ്രകോപനം ഉണ്ടാകുമെന്ന ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ പല ഗ്രാമങ്ങളും ഉറി മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുള്ളത്. ഇവർക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ജമ്മുവിൽ ഒരുക്കിയതായാണ് ജമ്മു കാശ്മീർ സർക്കാർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഉറി മേഖലയിൽ ഇപ്പോൾ അതീവ ജാഗ്രത തുടരുകയാണ്. പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയെന്നും ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്നത്. ഇന്ന് രാവിലെ നടന്ന ഷെല്ലാക്രമണത്തിൽ കനത്ത നാശനഷ്ടം ഈ ഉറി അടക്കമുള്ള മേഖലയിൽ ഉണ്ടായിരുന്നു. വാഹനങ്ങൾക്കും അതുപോലെ തന്നെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഈ ഷെല്ലാക്രമണത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും പാകിസ്ഥാന്റെ പ്രകോപനം ഇപ്പോഴും ഈ അതിർത്തി മേഖലയിൽ തുടരുകയാണ്. ഉറിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഒരു ഷെല്ലാക്രമണം നടത്തിയിരിക്കുന്നത്. അജി, ഒപ്പം തന്നെ ഈ ഷെല്ലാക്രമണം ഇങ്ങനെ രൂക്ഷമായി തുടരുമ്പോഴും സംയുക്ത സൈനിക മേധാവിയും ഒപ്പം തന്നെ സൈനിക മേധാവിമാരും ഈ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ അരവിന്ദ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിവരം എന്താണ്? അജി, ഇപ്പോൾ ഈ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. 3 സേനാ മേധാവിമാരും സംയുക്ത സേനാ മേധാവിയും അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയായിരുന്നു ഈ കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ന് രാവിലെ പ്രതിരോധ മന്ത്രിയുമായി 3 സേനാ തലവന്മാരും അതുപോലെ തന്നെ സംയുക്ത സേനാ മേധാവിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. അതുപോലെ തന്നെ രാജ്യത്തെ സുരക്ഷാ സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ പാക് പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് തിരിച്ചടി നൽകേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രതിരോധ സംവിധാനങ്ങൾ അടക്കം സജ്ജീകരിച്ചിരുന്ന കൃത്യമായ വിലയിരുത്തൽ ഇന്ന് രാവിലെ പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അല്പസമയം മുമ്പ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. രാജ്യത്തെ സാഹചര്യം കൃത്യമായി പ്രധാനമന്ത്രിയെ സേനാ തലവന്മാർ അറിയിച്ചിരിക്കുകയാണ്. സംയുക്ത സേനാ മേധാവിയും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പാകിസ്ഥാൻ പ്രകോപനവുമായി മുന്നോട്ട് വന്നാൽ ശക്തമായ തിരിച്ചടി നൽകാൻ തന്നെയാണ് സേനകൾക്ക് പൂർണ്ണമായുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെ കരസേനയ്ക്കടക്കം പുതിയ അധികാര പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ടെറിട്ടോറിയൽ ആർമി അടക്കം അതിർത്തി
മേഖലയിൽ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എയർപോർട്ടിലടക്കം സുരക്ഷ ശക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം കൃത്യമായി അവലോകനം നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യം, രാജ്യത്തെ സാഹചര്യം കൃത്യമായി പ്രധാനമന്ത്രിയെ ഇപ്പോൾ സേനാ തലവന്മാർ അറിയിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇന്നും ഒരു പ്രകോപനവുമായി മുന്നോട്ട് വരികയാണെങ്കിൽ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ പൂർണ്ണമായും സേനകൾ സജ്ജമായി തന്നെ നിൽക്കുകയാണ്. നാവികസേന, കരസേന, അതുപോലെ തന്നെ വ്യോമസേന തലവന്മാരും സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാനുമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. നേരത്തെ ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലും അജിത് ഡോവൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ BSF അതുപോലെ തന്നെ CISF മേധാവിമാരാണ് പങ്കെടുത്തത്. ആ യോഗത്തിൽ കൃത്യമായി വിമാനത്താവളങ്ങളിലെ സുരക്ഷയും അതുപോലെ തന്നെ അതിർത്തി മേഖലയിലെ സുരക്ഷാ സാഹചര്യവും വിലയിരുത്തിയിരുന്നു. എന്തായാലും ഈ യോഗങ്ങളിൽ നടന്ന വിശകലനവും അതുപോലെ തന്നെ ഈ വിവരങ്ങളുമാണ് പ്രധാനമന്ത്രിയെ ഇപ്പോൾ സേനാ തലവന്മാർ ധരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കൃത്യമായി തയ്യാറെടുപ്പുകളോടെ തന്നെ പൂർണ്ണ സജ്ജമായിരിക്കുവാൻ തന്നെ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സേനാ മേധാവിമാർക്ക് കിട്ടിയത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടായത്. സമാനമായ രീതിയിലൊരു പാകിസ്ഥാൻ ആക്രമണം ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലിൽ തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. കൃത്യമായി അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളടക്കം സജ്ജമാണ്. ഇന്നലെ ഏകദേശം 400ഓളം ഡ്രോണുകളാണ് പാകിസ്ഥാൻ ആക്രമണത്തിനായി ഉപയോഗിച്ചത്. 36 കേന്ദ്രങ്ങളായിരുന്നു പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. പക്ഷേ പൂർണ്ണമായും പാകിസ്ഥാന്റെ ശ്രമങ്ങളെ ഇന്ത്യ തകർത്തെറിയുകയായിരുന്നു. പിന്നാലെ പാകിസ്ഥാനിൽ ശക്തമായ തിരിച്ചടി നൽകുകയും പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളടക്കം ഇന്ത്യ തകർക്കുകയും ചെയ്തിരുന്നു. ഈ ഡ്രോണുകളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളും ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട്. തുർക്കി നിർമ്മിത ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഈ ആക്രമണം നടത്താൻ ഉപയോഗിച്ചതെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത്തരമുള്ള ആക്രമണങ്ങളെ ഒരു തരത്തിലും ഇന്ത്യ അംഗീകരിക്കില്ല. ഇതുപോലെ തന്നെ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നു. അതായത് ഇന്ത്യ സ്വന്തം സ്ഥലത്ത് ഇത്തരത്തിലൊരു ആക്രമണ പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു പാകിസ്ഥാൻ ചില വ്യാജ വാർത്തകൾ അരവിന്ദ് ഒന്ന് തുടരണം.